വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഇത് കാണിക്കാൻ വേണ്ടിയിട്ട്. എല്ലാം ഞാൻ എന്താണോ പിക്ചറിൽ കണ്ടത്. വെൽക്കം ബാക്ക് ടു ഷാനാസ് വ്ലോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞാനും അൽഹംദുലില്ലാ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് മീഷോന്ന് ഞാൻ കുറച്ച് ഡ്രസ്സസ് വാങ്ങിച്ചിട്ടുണ്ട്. അതാണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരു ഡ്രസ് ഹോളാണ്, ഒരു വുമൺ ഓർ ഗേൾ ഡ്രസ് ഹോളാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഇതിന് മുന്നേ നമ്മൾ ചെയ്തു വിത്തൗട്ട് ദുപ്പട്ട, വിത്ത് ദുപ്പട്ട ഒക്കെ വരുന്ന കുറച്ച് കുർത്തി സെറ്റ്സ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കിഡ്സ് ഹോൾ കുറേ ചെയ്തു. ഇതിന് തൊട്ട് മുന്നേ നമ്മളൊരു റാൻഡം ഹോളായിട്ട് കുറച്ച് പാൻസ്, അബായ, ഹിജാബ്സ്, ഷർട്ട്സ്, നിങ്ങൾ ചോദിച്ചിട്ടുള്ള ഷർട്ട്, അതേപോലെ കുറച്ച് കണ്ടെയ്നേഴ്സ്, ഇതൊക്കെ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു റാൻഡം ഹോൾ പോലെ നമ്മൾ ചെയ്തു. സോ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് കുറച്ച് കാഷ്വലായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡ്രസ്സുകളാണ്. അതായത് നീ ലെങ്ത്തിൽ വരുന്ന ടോപ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഒരു സ്വെറ്റർ, ഒരു പ്രിന്റഡ് സ്വെറ്റർ ഡ്രസ്സ് ഉണ്ട്, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രസ്സ് ഉണ്ട്. പിന്നെ ഒരു ഗൗൺ ഡ്രസ്സ് ഉണ്ട് ഫുൾ ലെങ്ത്തിൽ വരുന്ന. സോ അതേപോലെ വേറെയും കുറച്ച് ടോപ്സ്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡ്രസ് ഹോളാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ എപ്പോൾ വീഡിയോസ് ഇടുമ്പോഴും നിങ്ങൾക്ക് അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു ടോപ്പാണ്. ഞാൻ സൈഡിൽ ആഡ് ചെയ്യാം, ഇട്ടിട്ട് സ്റ്റൈൽ ചെയ്തിട്ടുള്ള ഒരു ക്ലിപ്പ് സൈഡിൽ ആഡ് ചെയ്യാം. ഈ ഒരു ടോപ്പാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചു തരുന്നത്. ഇത് ഏകദേശം ഒരു നീ ലെങ്ത് ആണെന്ന് തോന്നുന്നു. യെസ്, നീ ലെങ്ത്തിൽ വന്നിട്ടുള്ള, എനിക്ക് നീ ലെങ്ത് വന്നിട്ടുള്ള ഒരു ടോപ്പാണ്. പിന്നെ എൻ്റെ ഒരു ഹൈറ്റും വെയിറ്റും ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഹൈറ്റ് വന്നിട്ട് 158ഉം വെയിറ്റ് വന്നിട്ട് 63ഉം ആണ്. സോ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ അത് പറയാമെന്ന് വിചാരിച്ചു. ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ചിലപ്പോൾ ഇടയിലൊക്കെ എനിക്ക് പറയുന്നത് അപ്പോൾ വിട്ടു പോകുന്നതായിരിക്കും കേട്ടോ. സോ ഞാൻ ഫസ്റ്റ് തന്നെ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിച്ചു തരുന്നത് ഈ ഒരു ടോപ്പാണ്. ഓക്കെ, ഇതൊരു കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ള ടോപ്പാണ്. ഇതിന്റെ സ്ലീവ് വന്നിട്ട് ഇങ്ങനെ ബലൂൺ സ്ലീവ് ആയിട്ട് ആൻഡിൽ ഇങ്ങനെ ഇലാസ്റ്റിക് ഒക്കെ വന്നിട്ടുള്ള ചെറുതായിട്ട് ഒരു പഫ് കൈൻഡ് ഓഫ് ഒരു സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഒരു ബ്ലാക്കിൽ ഓറഞ്ച്, ഗ്രേ, വൈറ്റ്, ഇതെല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഫ്ലവർ ആയിട്ട് ഇങ്ങനെ പ്രിന്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ടോപ്പാണ്. സോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. നെക്ക് വന്നിട്ട് ഇങ്ങനെ വി നെക്കാണ്, കുറച്ച് ഇറങ്ങിയിട്ട് കുറച്ച് വൈഡ് ആയിട്ടുള്ള ഒരു നെക്കാണ്. ഞാനൊരു വൈറ്റ് ഇന്നർ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. സോ ഇങ്ങനെ ഒരു വി നെക്കാണ് വന്നിട്ടുള്ളത്. ഓക്കെ, സ്ലീവ് ലെങ്ത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ജസ്റ്റ് ആയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഇലാസ്റ്റിക് പോലെ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇലാസ്റ്റിക് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ടോപ്പ്. ഇത് ഞാൻ എടുത്തിട്ടുള്ള സൈസ് വന്നിട്ട് XXL ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. എൻ്റെ നോർമൽ സൈസ് വന്നിട്ട് XL ആണ് ഞാൻ ചൂസ് ചെയ്യാറ്. സോ ഇത് ഞാൻ XXL എടുത്തു. ആ എലാസ്റ്റിക് ഒക്കെ കണ്ടപ്പോൾ XXL ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. XXL എനിക്ക് കറക്റ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. സോ നിങ്ങളെ സൈസിൽ നിന്നും ഒന്ന് കൂട്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക കേട്ടോ. സോ ഇതാണ് നമ്മളെ ഫസ്റ്റത്തത്. ഇത് ഒരു പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. സോ ഫസ്റ്റത്തെ ഡ്രസ്സ് വന്നിട്ട് ഇതാണ്. ഇതിന്റെ പ്രൈസ് പറഞ്ഞിടാം. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 401 രൂപ കേട്ടോ. അതായത് ഏകദേശം 400 രൂപയാണ് ഈ ഒരു ഡ്രസ്സിന്റെ പ്രൈസ് വന്നിട്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. സോ ഞാൻ അടുത്ത ഡ്രസ്സ് കാണിച്ചു തരാം. ഞാൻ അടുത്തത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു ഫ്ലോറൽ ഗൗൺ ആണ് ഞാൻ കാണിച്ചു തരുന്നത്. അത്യാവശ്യം ലെങ്ത്തിൽ വന്നിട്ടുള്ള ഞാൻ ഇട്ടിട്ടുള്ള ക്ലിപ്പ് ആഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഗൗൺ ആണ് അടുത്തത് കാണിച്ചു തരുന്നത്. സോ ഇതിന് നമുക്കൊരു എയർ ബോ ആയിട്ട് എയർ ടൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇങ്ങനെ ഒരു സെയിം ആ ഒരു ക്ലോത്തിൽ വരുന്ന ഒരു റോപ്പ് കൂടി വരുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഞാൻ വിചാരിച്ച ബെൽറ്റ് ആണെന്നാണ്. ഈ ഒരു സംഭവം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. പിന്നെ നോക്കുമ്പോഴാണ് ഇത് നമുക്ക് ഹെയർ ടൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. സോ ഇങ്ങനൊരു സംഭവം ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ടൈ ചെയ്തിട്ടൊന്നും കാണിക്കുന്നില്ല. ജസ്റ്റ് ഞാൻ ഇതിട്ടിട്ട് സ്റ്റൈൽ ചെയ്തിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ ഇങ്ങനത്തെ സ്റ്റൈലിംഗ് വീഡിയോസ്, ഇങ്ങനെ വാങ്ങിക്കുന്ന ഡ്രസ്സൊക്കെ എങ്ങനെയാണ് സ്റ്റൈൽ ചെയ്യേണ്ടത്, ഏതൊക്കെ കളേഴ്സ് ഇതിൻ്റെ കൂടെ ഫുഡ് വെയർസ് ആണെങ്കിലും ബാഗ്സ് ആണെങ്കിലും ഒക്കെ എങ്ങനെയാണ് മാച്ച് ചെയ്യിക്കേണ്ടത്, അങ്ങനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യുന്ന രീതികളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വേറെയും ഡ്രസ്സസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ എന്താ പറയുക, ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. വേണ്ടവർ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗൗണിനെ, ഈ ഒരു ഫ്ലോറൽ ഗൗണിനെ പറ്റിയിട്ട് പറയാം. സോ ഇത് വന്നിട്ട് ഇതിൻ്റെ നെക്ക് വന്നിട്ട് ഇങ്ങനെ വി നെക്കാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ ഭയങ്കര വൈഡ് ആയിട്ടുള്ള നെക്കൊന്നുമല്ല, ഒരു നോർമൽ നമുക്ക് കറക്റ്റ് ഫിറ്റിൽ വന്നിട്ടുള്ള ഒരു നെക്കാണ്.
പിന്നെ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഇങ്ങനെ ബട്ടൺസ് ആയിട്ട് നമ്മൾ ഷർട്ടിൻ്റെ സ്ലീവില്ല അതേപോലത്തെ ഒരു സ്ലീവാണ്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സ്ലീവാണ്. ഓക്കെ, സ്ലീവ്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ്. ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള ഈ ഒരു ഡ്രസ്സില്ലേ, ഇത് വന്നിട്ട് ഒരു തിക്കായിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ്. ഇത് വന്നിട്ട് ഭയങ്കര തിന്നായിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ്. പക്ഷെ ഭയങ്കര സീത്രൂ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരു തിന്നായിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ്. ഭയങ്കര തിന്നാണ്, ഇട്ടാൽ നല്ല സുഖം ഉണ്ടാവും. പക്ഷെ സീത്രൂ ആയിട്ട് തോന്നുന്നില്ല, എനിക്ക് വലിയ കുഴപ്പമായിട്ടൊന്നും തോന്നുന്നില്ല. ഓക്കെ, എന്നാലും നല്ല തിന്നായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്, ജസ്റ്റ് പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് നോക്കണ്ട കേട്ടോ, ഇത് ഞാൻ ഡ്രസ്സ് സ്റ്റൈൽ ചെയ്ത് ഊരുന്ന സമയത്ത് എൻ്റെ ലിപ്സ്റ്റിക്ക് ഇതിൻ്റെ മുകളിലായത് കണ്ട. ഓക്കെ, പിന്നെ ഇവിടെ ഫുള്ള് പ്ലീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഫുൾ പ്ലേറ്റഡ് ആയിട്ട് നല്ല ഭംഗിയുണ്ട്. ഫുൾ ലെങ്ത്തിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഈ ബാക്ക് സൈഡിലും പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 623 രൂപയാണ് ഈ ഒരു ഫ്ലോറൽ ഗൗണിന് വന്നിട്ടുള്ളത്. സോ ആ ഒരു പ്രൈസിന് എന്തുകൊണ്ടും വർത്ത് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ ഒരു ഫിറ്റിംഗ് ആണെങ്കിലും ആ ഒരു സ്റ്റിച്ചിങ്, ആ ഒരു സ്ലീവ് ഒക്കെ ആണെങ്കിലും ആ ഒരു പ്ലീറ്റഡ് ഏരിയ ഒക്കെ ആണെങ്കിലും ഒരു ഫുൾ എനിക്ക് തോന്നുന്നു ആ ഒരു പ്രൈസിന് എന്തുകൊണ്ടും വർത്താണ്. 623 രൂപയാണ് ഈ ഒരു ഗൗണിന് വന്നിട്ടുള്ളത്. സോ ഇത് സ്റ്റൈൽ ചെയ്തിട്ടുള്ള ക്ലിപ്പൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാനിങ്ങനെ സൈഡിൽ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. സോ ആ ഒരു പ്രൈസിന് 623 രൂപയ്ക്ക് എന്തുകൊണ്ടും വർത്ത് ആയിട്ടുള്ള ഒരു ഗൗണാണ്. സോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഞാൻ എടുത്തിട്ടുള്ള സൈസ് വന്നിട്ട് XL ആണ്. XL എനിക്ക് കറക്റ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. എൻ്റെ നോർമൽ സൈസ് XL ആണ്. അപ്പം നിങ്ങളുടെ നോർമൽ സൈസ് ഏതാണോ ആ ഒരു സൈസ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. സോ ഇതാണ് നമ്മൾ അടുത്ത ഡ്രസ്സ്. അപ്പം ഞാൻ അടുത്തത് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ അടുത്തത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ആ ഒരു സ്വെറ്റ് ഷർട്ട് കാണിച്ചു തരാം. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഇത് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു പ്രിന്റഡ് സ്വെറ്ററാണ്, അടിപൊളിയാണ് കേട്ടോ. നല്ല, ഞാൻ എന്താണോ പിക്ചറിൽ കണ്ടിട്ടുള്ള ഒരു സെയിം ആണ് കയ്യിൽ കിട്ടിയിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇതിന് ഇത്തിരി പ്രൈസ് ഉണ്ട്. ഇത്തിരി പ്രൈസ് ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ കാണിക്കുന്നതിൽ വെച്ചിട്ട് കുറച്ച് പ്രൈസ് ഉണ്ട്. പിന്നെ സ്വെറ്റേഴ്സിന് അത്യാവശ്യം പ്രൈസ് ഉണ്ടാവും. അത് വെച്ച് നോക്കുമ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റേറ്റും ആണ് കേട്ടോ. സോ ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. എന്ത് ഭംഗിയാണ്, അടിപൊളിയാണ്, നല്ല രസമുണ്ട്. സ്ലീവ് കണ്ട, സ്ലീവ് എനിക്ക് സ്ലീവില്ലേ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കുടുങ്ങി നിൽക്കുന്നതിലും കുറച്ചുകൂടി ഇങ്ങനെ ലൂസായിട്ട് ഇവിടേക്ക് ഇറങ്ങി നിൽക്കുന്നതാണ് കുറച്ചുകൂടി ഇഷ്ടം. സോ ഇത് അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇതും സ്റ്റൈൽ ചെയ്തിട്ടുള്ള ക്ലിപ്പ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഇത് ഞാൻ 2 രീതിയിൽ സ്റ്റൈൽ ചെയ്യുന്നുണ്ട്. കാരണം നമുക്കത് ഫുള്ള് ഇറക്കിയിട്ട് ഈ ഒരു ലെങ്ത്തിൽ തന്നെ നമുക്ക് അങ്ങനെ സ്റ്റൈൽ ചെയ്യാം. പിന്നെ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് അല്ലാതെയും സ്റ്റൈൽ ചെയ്യാം. 2 രീതിയിലുള്ളതും ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടും. ജസ്റ്റ് ഒരു ക്ലോസ് ഷോട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആ ഒരു ഐവറി വൈറ്റിൽ ഒരു യെല്ലോ, ഒരു മസ്റ്റാർഡ് യെല്ലോ കോമ്പിനേഷനിലുള്ള ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ, അടിപൊളി. ഓക്കെ, നെക്ക്, സ്ലീവ്, പിന്നെ ഈ ഒരു ഫുൾ ഈ ഒരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത്. സോ നല്ല ഉണ്ട്. ഇതിൻ്റെ അടിഭാഗത്ത് എങ്ങനെയാണ് വന്നിട്ടുള്ളത്, എത്രത്തോളം ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്, അടിപൊളിയാണ്. സോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 800 രൂപയാണ്. 803 രൂപ ഏകദേശം പറയുകയാണെങ്കിൽ 800 രൂപയാണ് ഈ ഒരു സ്വെറ്ററിന് വന്നിട്ടുള്ളത്. ഈ ഒരു പ്രിന്റഡ് സ്വെറ്ററിന് വന്നിട്ടുള്ളത് ആ ഒരു പ്രൈസിന് വർത്താണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇട്ടിട്ടുള്ള ക്ലിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഫ്രീ സൈസ് ആണ്, ഫ്രീ സൈസ് മാത്രമേ ഉള്ളൂ. സോ ഞാനത് ചൂസ് ചെയ്തു. എനിക്കത് കറക്റ്റ് എനിക്ക് വേണ്ട ഒരു ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഹൈറ്റും വെയിറ്റും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി പറയാം, എൻ്റെ ഹൈറ്റ് വന്നിട്ട് ആരെങ്കിലും സ്കിപ്പ് ചെയ്ത് വന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. എൻ്റെ ഹൈറ്റ് വന്നിട്ട് 158 ആണ്, വെയിറ്റ് വന്നിട്ട് 63 ആണ്. സോ എനിക്കിത് വേണ്ട എൻ്റെ ഒരു കറക്റ്റ് സൈസിൽ നല്ല ഒരു ഫിറ്റിങ്ങിലാണ് കിട്ടിയിട്ടുള്ളത്, ആ ഒരു ഫ്രീ സൈസ് ചൂസ് ചെയ്തപ്പോൾ. സോ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. സോ ഇതാണ് നമ്മുടെ അടുത്ത ഡ്രസ്സ്. സോ അടുത്തത് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ അടുത്തത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് എഗെയിൻ ഒരു നീ ലെങ്ത്തിൽ വരുന്ന ഒരു ഫ്രോക്ക് ടൈപ്പിൽ വരുന്ന ഒരു ഡ്രസ്സാണ് അടുത്തത് കാണിച്ചു തരുന്നത്. സോ നമുക്ക് ക്യാഷ്വലായിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടോപ്പാണ് ഇത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഇതിൻ്റെ നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത്. ഇത് എനിക്ക് നെക്ക് ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ചൊരു പണി ഉണ്ടായിരുന്നു. പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോൾ കറക്റ്റ് കുറച്ചൊരു ഹൈ നെക്കിൽ വന്നിട്ട് നല്ല ഭംഗിയുണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ബലൂൺ സ്ലീവ്സ് ആണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ പഫായിട്ടുള്ള ഒരു ബലൂൺ സ്ലീവ്സ് ആണ് വന്നിട്ടുള്ളത്. എനിക്കിത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ.
പിക്ചറിൽ കണ്ടതിലും ഈ ഒരു പ്രിന്റ് എനിക്ക് വലിയ അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. എന്തോ ഒരു പ്രിന്റ് എനിക്ക് വലിയ ഇഷ്ടമായില്ല ഈ ഒരു പ്രിന്റ്. പക്ഷേ ഇതിന്റെ ഫിറ്റിംഗ് ഭയങ്കര രസം കേട്ടോ. ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു ഫിറ്റിംഗ്. അത് നിങ്ങൾ സൈഡിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ സ്ലീവ് കണ്ടോ, പഫ് സ്ലീവ്, ആൻഡിൽ എലാസ്റ്റിക് ഒക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡിലാണ് സ്ലീവ് ഒക്കെ വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇവിടെ ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഒരു ഫ്രോക്ക് ടൈപ്പിൽ എൻഡിലേക്ക് ഇങ്ങനെ ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു ലെയർ ആയിട്ട് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. സോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്, നല്ല ഭംഗിയുണ്ട് ഇട്ട് കഴിഞ്ഞിട്ടും. പ്രിന്റ് മാത്രം എനിക്ക് വലിയ ഇഷ്ടമായില്ല. പിന്നെ ഈ ഒരു കളർ നല്ല രസമുണ്ട്, ഓറഞ്ച്. അതിന് ഞാനൊരു വൈറ്റ് ഹിജാബും വൈറ്റ് പാൻറ്റും ആണ് പെയർ ചെയ്തിട്ടുള്ളത്. അതൊക്കെ അടിപൊളിയായിട്ട് തോന്നി. സോ മൊത്തത്തിൽ കാണുമ്പോൾ നല്ല രസം തോന്നി, എനിക്ക് ഇഷ്ടമായി. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇതിന്റെ പ്രൈസ് ഒക്കെ പറഞ്ഞുതരാം. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് ക്രേപ്പ് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത്. പക്ഷേ നല്ല ഭംഗിയുണ്ട് ഇട്ട് കഴിഞ്ഞിട്ട്. എനിക്ക് ആ ഫിറ്റിംഗ് ഭയങ്കര ഇഷ്ടമായി. ക്രേപ്പ് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നരയ്ക്കാൻ, കളർ ഇളകാൻ, ചുരുങ്ങി പോവാ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 391 രൂപയ്ക്കാണ് ഈ ഒരു നീ ലെങ്ത്തിൽ വരുന്ന ഈ ഒരു ടോപ്പ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ആ ഒരു പ്രൈസിന് വർത്തായിട്ട് തോന്നുന്നു. ആ ഒരു 391 രൂപയ്ക്ക് ആ ഒരു പ്രൈസിന് എന്തായാലും വർത്താണ്. സോ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതിന്റെ ഫിറ്റിംഗ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നരയ്ക്കുക, കളറൊക്കെ ചുരുങ്ങുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. സോ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം നമ്മുടെ അടുത്ത ടോപ്പ് വന്നിട്ട് ഇതാണ്. ഞാൻ അടുത്തത് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ അടുത്തത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു എന്താ പറയുക, ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതല്ല. കാരണം ഇതൊരു ടോപ്പല്ല, ഇതൊരു ബോട്ടായിട്ട് വരുന്ന ഒരു സ്കേർട്ടാണ് കേട്ടോ. അതായത് നമ്മളോട് കുറച്ച് പേരൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്കേർട്ട്, ഡെനിം സ്കേർട്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഞാൻ ബ്ലാക്കാണ് വാങ്ങിച്ചിട്ടുള്ളത്. ജസ്റ്റ് ഇങ്ങനെ മീഷോയിൽ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പ്രൊഡക്റ്റ്സ് നോക്കുന്ന സമയത്ത് ഇതെൻ്റെ കണ്ണിൽ പെട്ടു, ഞാൻ ഓർഡർ ചെയ്തു. അത്യാവശ്യം ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ബ്ലൂവിൽ, ആ ഒരു ഡെനീമിൽ വരുന്ന, ബ്ലൂ ഡെനീമിൽ വരുന്ന ഞാൻ സ്കേർട്ട് നോക്കാറുണ്ട്. മീഷോന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എല്ലാം ഒന്നും സൈസ് കിട്ടി വരില്ല, എല്ലാം ഭയങ്കര ചെറുതിലേക്കാണ് പോവാം. അപ്പോൾ ഇത് വന്നിട്ട് എല്ലാ സൈസസും അവൈലബിൾ ആണ്. 40 എബോവ് ഒക്കെ ഉണ്ട് കേട്ടോ. സോ ഇത് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് 36 ആണ്. യെസ്, 36 ആണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. കുഴപ്പമില്ല, നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. അത്യാവശ്യം ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ക്വാളിറ്റി കാര്യങ്ങളൊന്നും പേടിക്കേണ്ട, അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. സോ ഇത് ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് 36 വേണ്ട, 34 മതിയെന്ന് എനിക്ക് തോന്നുന്നു. അത് ഇട്ട് കഴിഞ്ഞപ്പം 34 ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നി. സോ എനിവേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതിലൊന്ന് ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 575 രൂപയാണ് ഈ ഒരു ഡെനിം സ്കേർട്ട് ബ്ലാക്കിന് വന്നിട്ടുള്ളത്. സോ ആ ഒരു പ്രൈസിന് ഓക്കെയാണ്, വർത്തായിട്ട് എനിക്ക് തോന്നുന്നു. അത്യാവശ്യം ക്വാളിറ്റി ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. എനിക്ക് ആ ഒരു പ്രൈസിന് വർത്തായിട്ട് തോന്നുന്നു. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. കുറച്ച് കാഷ്വലായിട്ട് വെയർ ചെയ്യാൻ പറ്റുള്ള കുറച്ച് ഡ്രസ്സസാണ് കാണിച്ചു തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായി, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്കും ഇതൊക്കെ വാങ്ങിക്കാമല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്നാലേ നമ്മൾ എപ്പോൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ആയിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. സോ സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.